ചിലർ ഡാൻസ് പഠിക്കാൻ വൈകിയതല്ല, അവരുടെ സമയം എത്തിയത് വൈകിയാണ്. ഹായ്, ദിസ് ഇസ് പാർവതി ഫ്രം പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ. നമ്മുടെ കൂട്ടത്തിലെ ചെറുപ്പത്തിലെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ വീട്ടിൽ സമ്മതിച്ചില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്റ്റഡീസിന് വേണ്ടിയിട്ട് പാതി വഴിയിൽ ഡാൻസ് നിർത്തേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നീട് ജോലിക്ക് പോയി. പിന്നീട് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സ്വന്തമായി ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ചിലർ വിവാഹത്തിന് ശേഷം പാർട്ട്ണറിന്റെ സപ്പോർട്ടോടുകൂടി വീണ്ടും ചിലങ്ക കെട്ടി. അപ്പോഴാണ് സമൂഹത്തിന്റെ ചോദ്യം, ഈ പ്രായത്തിന് ഡാൻസ് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? വീടും ഭർത്താവിനെയൊക്കെ നോക്കി അങ്ങ് ജീവിച്ചാ പോരെ? നല്ലൊരു ജോലി ഉണ്ടല്ലോ, അത് നോക്കി മര്യാദയ്ക്ക് നിൽക്കേണ്ട പ്രായത്തിൽ വെറുതെ ഡാൻസ് എന്ന് പറഞ്ഞിറങ്ങേണ്ട കാര്യം എന്തുവാ? പിന്നെ അമ്മയായ പറയുകയും വേണ്ട. കുഞ്ഞിനെ നോക്കിയിരിക്കേണ്ട സമയത്ത് അവള് ഡാൻസ് കളിക്കാൻ പോയേക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോയിരിക്കുന്നു. ഭർത്താവിനെയും കൊച്ചിനെയും നോക്കിയിരിക്കേണ്ട സമയമല്ലേ ഇത്? ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ? പ്രസവശേഷം ബോഡി മാറിയാലോ? ഈ തടിയും വെച്ചിട്ട് ഇവള് ഡാൻസ് കളിക്കാൻ പോയിട്ട് എന്തോ കിട്ടാനാ? അഹങ്കാരം അല്ലാതെ പിന്നെന്തുവാ? ഇങ്ങനെ നീണ്ടു പോകുക നമ്മുടെ സൊസൈറ്റിയുടെ ചോദ്യങ്ങളെ. പക്ഷെ ഈ പറയുന്നവര് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീ അമ്മയായതുകൊണ്ട് അവളൊരു വ്യക്തി അല്ലാതാകുന്നില്ല. അവളൊരു ഭാര്യ ആയതുകൊണ്ട് അവളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റും വരുന്നില്ല. കുഞ്ഞിനെ സ്നേഹിക്കുന്നതും കുടുംബം നോക്കുന്നതും പാഷൻ ഫോളോ ചെയ്യുന്നതും ഒന്നിനൊന്നു വിരുദ്ധമായ കാര്യങ്ങളല്ല. അവളുടെ കുടുംബത്തെ ഉപേക്ഷിക്കുകയല്ല, സ്വന്തം സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവളുടെ ബോഡി മാറിയേക്കാം, അവളുടെ ജീവിതം മാറിയേക്കാം, അവളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിയേക്കാം. പക്ഷേ അവളുടെ ഉള്ളിലെ ആ കലാകാരി മരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിലങ്ക കെട്ടുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഇപ്പോഴാണോ തുടങ്ങുന്നതെന്ന് ചോദിക്കാതെ ഒടുവിൽ നീ നിന്റെ സ്വപ്നത്തിലേക്ക് തിരിച്ചെത്തിയല്ലേ എന്ന് ചോദിക്കാൻ പഠിക്കണം. പിന്നെ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ കുഞ്ഞിനെ നോക്കേണ്ട സമയമല്ലേ? ബോഡിയൊക്കെ ഒരുപാട് മാറിപ്പോയല്ലോ, ഈ പ്രായത്തിൽ വെറുതെ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ചെറിയൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അവളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവളുടെ ചിലങ്ക കെട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേദന? അല്ലെങ്കിൽ അവൾ ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാഷന് തടയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ കുഞ്ഞിനോട് മറ്റുള്ളവർക്കുള്ളതിനെക്കാട്ടിയും സ്നേഹം എന്തായാലും അവൾക്കായിരിക്കും. അവളോളം അവളുടെ കുഞ്ഞിനെ വേറെ ആരും സ്നേഹിക്കാനും പോകുന്നില്ല. അവളുടെ കുഞ്ഞിനെ അവൾ നോക്കും, അവളുടെ കുടുംബം അവൾ നോക്കും, അവളുടെ ജീവിതവും നോക്കാൻ അവൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. നിങ്ങൾ അവളുടെ ജീവിതം നോക്കുന്നതങ്ങ് നിർത്തിയാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും. കാരണം അവൾ ഡാൻസ് ചെയ്യുന്നത് നിങ്ങളുടെ പെർമിഷൻ വാങ്ങിയിട്ടല്ല, അവളുടെ സ്വപ്നം ജീവിക്കാനാണ്. ലെറ്റ് ഹർ ഡാൻസ്, ലെറ്റ് ഹർ ഡ്രീം, ലെറ്റ് ഹർ ലിവ്. അവൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ജീവിതം ഒന്ന് നോക്കിയാൽ അവളെ പോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോയുടെ പേജ് ഫോളോ ചെയ്യുക.